ഇൻസ്റ്റാളേഷൻ ചാർജ് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ചാർജ് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? 300 രൂപ. ബേസ് പാൻ എല്ലാം വെക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ ആണെങ്കിൽ ഇതിന്റെ മുകളിൽ വെച്ചാൽ ചെയ്തിട്ട് തുറക്കാം. ഈ സാധനം ഈ ഭാഗം താഴത്തോട്ട് തന്നെ വഴി. ഏത് ഭാഗം? ഈ ഭാഗം ഈ രണ്ട് ഇത് ഇവിടെ വരണുള്ളൂ. രണ്ടെണ്ണം താഴെ വേണ്ട രീതി ഇങ്ങനെ എടുക്കാനായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. അപ്പൊ ആദ്യം ഈ ലൈറ്റ് വെക്കാം. ഇവിടെ പോണായി കണ്ടോ, ഓഫ് ആയിരിക്കും. കണ്ടോ, എല്ലാം വന്നിട്ട് മാഞ്ഞു പോകും. ഈ ഓണാവും. ഇതാണ് പവർ ബട്ടൺ. പ്രസ് ചെയ്യുമ്പോൾ എല്ലാ ഫങ്ഷൻസും ഓണാവും. ഈ കാണുന്നതാണ് ടെമ്പറേച്ചർ, ഈ കാണുന്നത് ടൈം, സെലക്ഷൻ ബട്ടൺ എന്ന് വെച്ചാൽ ഫങ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ളത്, പ്രീ ഹീറ്റ്, ഓൺ ഓഫ്, ലൈറ്റ്. പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇതിന്റെ ഓപ്പറേഷൻ ഓരോ സാധനങ്ങൾ എങ്ങനെയാണ് വെക്കേണ്ടത്, എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഓരോ ഫങ്ഷൻസ് എന്താണ്, ഫ്രഞ്ച് ഫ്രൈസ്, ഷ്രിംപ്, സ്റ്റേക്ക്, ഫിഷ്, ഇത്ര ടെമ്പറേച്ചർ, ഇത്ര ഡിഗ്രി, അഡ്ജസ്റ്റബിൾ, എല്ലാം സെറ്റാണ് ഇതിനകത്ത്. അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വായിച്ചു നോക്കാം. ഓക്കെ, ആദ്യം ഓൺ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് ബൈ മോഡിൽ നിൽക്കും. എന്നിട്ട് ഇതാണ് സെലക്ഷൻ ബട്ടർ. ഇത് ടാപ്പ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മിന്നുന്നതാണ് സെലക്ട് ആയത്. ഇതിന് സെലക്ട് ചെയ്തേക്കണത് 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് എന്നാണ് കമ്പനി. വർഗത്തിൽപ്പെട്ട സാധനങ്ങളെല്ലാം ഫ്രഞ്ച് ഫ്രൈസിൽ ഓടിക്കോളും. ഓക്കെ, എല്ലാം അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ഓടിക്കോളും. 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ആണ് കമ്പനി പറഞ്ഞേക്കണത്. പക്ഷെ കൂടാൻ കുറയാം നമുക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രം. അപ്പൊ ഈ 200 ഡിഗ്രി 20 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ നേരത്തെ ആവാൻ ചിലപ്പോൾ കുറച്ച് ടൈം ഉള്ളൂ. എന്നിട്ട് ഓരോന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഓരോ ഫങ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും, ഇങ്ങനെ സെലക്ട് ആയിക്കൊണ്ടിരിക്കും. ഇതിൽ എന്ത് ചെയ്യണതിന് മുമ്പ് ആദ്യം നമ്മള് പ്രീ ഹീറ്റ് ചെയ്യണം. 200 ഡിഗ്രിയില് എത്ര മിനിറ്റ് ആയിരിക്കും? 3 മിനിറ്റ്. കാരണം ദോശ ഉണ്ടാക്കാൻ മുമ്പ് കല്ല് ചൂടാക്കണത് പോലെ ഇതിനകത്ത് എന്ത് ചെയ്യണം, പ്രീ ഹീറ്റ് ബട്ടൺ ഉണ്ടാവും. ഇതിപ്പോ ഓഫ് അല്ലേ, ഇങ്ങനെ സ്റ്റാൻഡ് ബൈ നിൽക്കുമല്ലോ. ഓൺ ചെയ്തോ. ഇനി ആ പ്രീ ഹീറ്റ് പ്രസ് ചെയ്തോ. ഓക്കെ, പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് സ്റ്റോപ്പ്. ആ പ്രീ ഹീറ്റ് ആണ് 200 ഡിഗ്രിയിൽ 3 മിനിറ്റ് വന്നത്. സ്റ്റാർട്ട് ചെയ്തോ, സിംഗിൾ ടാപ്പ് ചെയ്തോ. ഒന്ന് പ്രസ് ചെയ്തേ, സ്റ്റാർട്ടായി. പ്രീ ഹീറ്റ് സ്റ്റാർട്ടായി. ഇവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതും ചെയ്യണം അല്ലേ? അതാണ് സ്റ്റാർട്ട് ബട്ടണും പോസ്റ്റ് ബട്ടണും എല്ലാം, പവർ ബട്ടണും എല്ലാം അത് തന്നെ. ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസ്. അപ്പൊ ആദ്യം പ്രീ ഹീറ്റ് ആവും. പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ഫങ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പൊ പ്രീ ഹീറ്റ് ആയത് കരുതുക, നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഓണും ഓഫും അതല്ലേ? ഇപ്പൊ ലോങ് പ്രസ് ചെയ്താൽ ഓഫ് ആയിക്കോളും. പ്രീ ഹീറ്റ് ആയെന്ന് കരുതുക. എന്നിട്ടിപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണത്, ഒരു ഉദാഹരണത്തിന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നു. അപ്പൊ ഓൺ ചെയ്യുക, ഫ്രഞ്ച് ഫ്രൈസ് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇനി അഥവാ അപ്പൊ ഇത്രയും സ്റ്റാൻഡ് ബൈ ആണ്. ഇന്ന് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും ടൈം കൂട്ടാനും ടൈം കുറക്കാനും പറ്റും. ഉദാഹരണം ഇവർ പറയുന്ന ഫ്രഞ്ച് ഫ്രൈസ് 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ വേണമെങ്കിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 200 മാക്സിമം, 200 കൂടത്തില്ല. അപ്പൊ കുറയ്ക്കാൻ പറ്റും. അപ്പൊ മാക്സിമം ഫ്രഞ്ച് ഫ്രൈസിൽ പോണത് 200 ഡിഗ്രി മാക്സിമം. പിന്നെ ടൈം ഉള്ളത്, ടൈം 21, 22. ടൈം എത്ര വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. മാക്സിമം 1 അവർ വരെ പോകുമായിരിക്കും. അല്ല, ടൈം നമുക്ക് 1 മണിക്കൂർ വരെ കൂട്ടി വെക്കാൻ പറ്റും. നമുക്ക് എത്ര നേരം വേണോ അത്രയും ചെയ്ത് നോക്കോ. ഓൺ ചെയ്യുന്നു. ഓക്കെ, പ്രീ ഹീറ്റ് ആദ്യം ചെയ്യണം അല്ലേ? ചുമ്മാ തൊട്ട് കൊടുത്താൽ മതി. ഇതല്ലേ സ്റ്റാർട്ടായി പ്രീ ഹീറ്റ് ആവുന്നത്. ഞാൻ എന്നിട്ട് നമ്മള് 0യിലേക്ക് വരും. പ്രീ ഹീറ്റ് തന്നെ വരും അല്ലേ? ഇനി സെലക്ഷൻ ഇതാ. അതിപ്പോ ചെയ്യരുത്. പ്രീ ഹീറ്റ് ആയിന്ന് ഞാനിപ്പോ ഓഫ് ചെയ്തു. ലോങ് പ്രസ് ചെയ്ത് ഓഫ് ആവും, പിന്നെ ഓൺ ചെയ്ത് ഓൺ ആവും. എന്നിട്ട് ഇനി സെലക്ഷൻ ബട്ടണിൽ ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് മിന്നുന്ന ഏതാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഇനി മാറ്റണമെങ്കിൽ ഇതിൽ തന്നെ ഞെക്കണം. എല്ലാത്തിനും ടൈമും ടെമ്പറേച്ചർ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ ഏതെടുത്തത്? ഇതല്ലേ? ഈ 15 മിനിറ്റ് എന്നുള്ള 20 മിനിറ്റ് വേണമെന്നാണെങ്കിൽ കൂട്ടുക. ടെമ്പറേച്ചർ ഇപ്പൊ 200, 150, 200 ആക്കണമെങ്കിൽ കൂട്ടുക. എല്ലാം നമ്മുടെ ഇഷ്ടം. ഇത് ഓഫ് ചെയ്യണമെങ്കിലാണ് പതിയെ തൊട്ടാ മതി. നെക്കി പിടിച്ചോണ്ടിരിക്കണം. ഓക്കെ, ഓക്കെ. പക്ഷെ കുറച്ചേരത്തേക്ക് സൗണ്ട് ഉണ്ടാവും. ഇതിന്റെ അകത്തുള്ള ചൂട് പോകാൻ വേണ്ടി.